നമസ്കാരം. നിർണായകമായ രാഷ്ട്രീയ കൂടിയാലോചനകൾക്കും തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കും വേദിയായിരിക്കുകയാണ് ഡൽഹി എന്ന രാജ്യ തലസ്ഥാനം. ആരായിരിക്കും സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിൽ അവ്യക്തതയുണ്ടാക്കുന്ന തരത്തിലുള്ള ജനവിധി വന്നിരിക്കുന്നു. ഒറ്റക്കക്ഷിയായി BJP ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ NDA മുന്നണിയുടെ ഭാഗമായി മാത്രമേ നരേന്ദ്രമോദിക്ക് മൂന്നാം വട്ടവും അധികാരത്തിലേറാൻ കഴിയൂ. ആ സമവാക്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന അന്വേഷണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് ഉണ്ടാക്കുന്ന അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു അഭ്യൂഹവും പലയിടങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരണ ആലോചനകൾക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, നീക്കങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതാണ്. തേജസ്വി യാദവ് കാത്തിരുന്നു കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ, രാഷ്ട്രീയ അന്തർനാടകങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡൽഹിയിൽ നിന്നുള്ള സമ്പൂർണ്ണമായ വിവരങ്ങളിലേക്കായിരിക്കും ഇന്ന് ന്യൂസ് ഈവനിംഗ് കടക്കുക. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടാകും. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക്. നോക്കാം ആദ്യ വാർത്തയിലേക്ക്. സർക്കാർ രൂപീകരണത്തിന് തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ് NDA. കക്ഷി നേതാക്കൾ അല്പസമയത്തിനകം നിർണായക യോഗം ചേരും. JDUവും TDPയും പിന്തുണ അറിയിച്ച് രാഷ്ട്രപതിക്ക് കത്ത് നൽകും. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച ഉണ്ടാകും എന്നാണ് സൂചന. അതേസമയം രണ്ടാം മോദി സർക്കാർ രാജിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ വസതിയിലെത്തിയാണ് രാജിക്കത്ത് കൈമാറിയത്. 17ാം ലോക്സഭ പിരിച്ചുവിടാൻ കേന്ദ്ര മന്ത്രിസഭ ശുപാർശ ചെയ്തു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഈ സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതിയും ദിവസവും ഒക്കെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. JDUവും അതോടൊപ്പം തന്നെ TDPയും ഒക്കെ ഈ NDAക്കൊപ്പം തന്നെ നിൽക്കും എന്നും അവരുടെ വിശ്വാസ്യത അല്ലെങ്കിൽ അവരുടെ പിന്തുണ നിരുപാധികം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടോ? NDAയുടെ യോഗം വളരെ നിർണായകമാണല്ലോ. എപ്പോഴാണ് NDA യോഗം ചേരുക? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, രാവിലെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് പറയാനായി സാധിക്കും. കാരണം ഇതിനകം തന്നെ നിതീഷ് കുമാറും അതിന് പിന്നാലെ ആദ്യം ചന്ദ്രബാബു നായിഡുവിന് പിന്നാലെ നിതീഷ് കുമാറും ഈ ഡൽഹിയിലേക്ക് NDA യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നു. ഈ NDA യോഗത്തിന്റെ അജണ്ട സർക്കാർ രൂപീകരണമാണ്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളോട് കത്ത് നൽകാനായിട്ട് BJP ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചിട്ടുള്ള കത്ത് രാഷ്ട്രപതിക്ക് കൈമാറുകയാകും ഈ നേതാക്കൾ അടക്കമുള്ള NDA സംഘം ഇന്ന് ചെയ്യുക. 4 മണിക്ക് യോഗം ചേർന്നതിന് ശേഷം സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും. അതിനുശേഷം ഈ കത്ത് രാഷ്ട്രപതിക്ക് കൈമാറാനായിട്ട് ഈ സംഘം രാഷ്ട്രപതി ഭവനിലേക്ക് തിരിക്കുകയാകും ചെയ്യുന്നത്. തുടർന്ന് രാഷ്ട്രപതി ഇക്കാര്യത്തിൽ കത്ത് പരിശോധിച്ച് ഭൂരിപക്ഷം ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ NDAക്ക് സർക്കാർ രൂപീകരണത്തിനായിട്ട് അതിൻ്റെ നേതാവിനെ ക്ഷണിക്കുകയാകും ചെയ്യുക. 7-ാം തീയതിയാണ് ഈ പാർലമെന്ററി പാർട്ടി യോഗം, NDA ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും കക്ഷി നേതാവായിട്ട് തെരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. അതിന് ശേഷമായിരിക്കും 8-ാം തീയതി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുന്നത്. ഇവിടെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക, കക്ഷികൾ തമ്മിലുള്ള ഭിന്നത ഇപ്പോഴും ഉഭയകക്ഷി ചർച്ചകളിലൂടെ NDAക്കുള്ളിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. BJPയും തെലുങ്ക് ദേശവും ഒപ്പം JDUവും അവരവരുടെ നിലപാടുകളിൽ ചില വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അത് ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങളുടെ അതിനകത്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ ഒരു ഏകാഭിപ്രായത്തിൽ എത്തുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് 2 പേർ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. തെലുങ്കുദേശം പാർട്ടിയിലെ ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം തന്നെ JDUവിലെ നിതീഷ് കുമാറും 2 പേരും അവരവരുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകണമെന്നൊരു ആവശ്യം NDA യോഗത്തിൽ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ടെന്നറിയുന്നു. ഇരുവരും സ്പീക്കർ പദവിക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്നറിയുന്നു. നിരുപാധികം പിന്തുണ എന്ന് പറയുമ്പോഴും ഇത്തരം ചില ഉപാധികൾ മുന്നോട്ട് വെച്ച് നടത്തുന്ന നീക്കങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് ഗോപി. ഈ നീക്കങ്ങളിൽ തൽക്കാലം സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നെങ്കിലും കൃത്യമായിട്ട് ഈ വിഷയത്തിലൊരു ധാരണ ഉണ്ടാകാത്തത് തീർച്ചയായിട്ടും ഈ സർക്കാരിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും വരും ദിവസങ്ങളിൽ എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വീണ്ടും ചേർന്നിരിക്കുകയാണ്. അമിത്ഷായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. ഇതടക്കമുള്ള വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഈ അതിലാണ് ചില സംശയങ്ങളുള്ളത്. അതായത് നേരത്തെ വന്നിരുന്ന വിവരങ്ങൾ
ഇന്നിപ്പോൾ ഒരു ലാസ്റ്റ് ക്യാബിനറ്റ് ഈ സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗം ചേർന്ന് കഴിഞ്ഞു. അതിനുശേഷവും അമിത്ഷാ, രാജ്നാഥ് സിംഗ് പോലെയുള്ള BJP-യുടെ മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ തുടർന്ന് ഇപ്പോൾ ഈ NDA-യുടെ നിർണായക യോഗത്തിന് മുന്നേ ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ, ഒരു ഒത്തുതീർപ്പ് ധാരണകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണോ നടത്തുന്നത്? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ TDP-ക്കും അതോടൊപ്പം തന്നെ JDU-വും ഒക്കെ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തി സർക്കാർ രൂപീകരണം എന്നതിലേക്ക് തിടുക്കത്തിൽ നീങ്ങാനുള്ള ശ്രമമാണോ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന കൂടിയാലോചനകൾക്ക് ഏറെ പ്രാധാന്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട് ഗോപി. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന കൂടിയാലോചനകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. BJP എത്രത്തോളം വിട്ടുവീഴ്ചകൾ ചെയ്യും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഈ നിർണായക യോഗത്തിലായിരിക്കും കൈക്കൊള്ളുക. ഗോപി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെലുങ്ക് ദേശത്തിന് പ്രധാനമായിട്ടും വേണ്ടത് സ്പീക്കർ പദവിയും 3 ക്യാബിനറ്റ് റാങ്കും ഒപ്പം 2 സഹമന്ത്രി സ്ഥാനവുമാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സാഹചര്യത്തിലും NDA സംബന്ധിച്ച് അല്ലെങ്കിൽ BJP സംബന്ധിച്ച് ഇപ്പോഴിത് അനുവദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. മറുവശത്ത് JDU-വിന്റെ കാര്യവും സമാനമായിട്ട് 3 ക്യാബിനറ്റ് പദവി അടക്കമാണ് അവരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചെറിയ പാർട്ടികളും അവരുടേതായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത് ശിവസേന വെച്ചിരിക്കുന്നത് 1 ക്യാബിനറ്റും ഒപ്പം സഹമന്ത്രി പദവും അടക്കമുള്ളവയാണ് എന്നതാണ്. ചിരാഗ് പാസ്വാനും 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവും ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ ഘടകകക്ഷികളും മുൻപ് കണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നരേന്ദ്രമോദിയോട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ തയ്യാറാകാതിരുന്ന ഘടകകക്ഷികൾ ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾ വിലപേശി ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഘട്ടത്തെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് BJP ദേശീയ നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനുള്ള ഒരു ഉപാധി ഉരുത്തിരിഞ്ഞതിന് ശേഷമായിരിക്കും ഈ NDA യോഗത്തിൽ BJP നേതാക്കൾ എത്തുക. ഏതായാലും 8-ാം തീയതി സത്യപ്രതിജ്ഞ എന്നതിലൊരു തീരുമാനമായിട്ടുണ്ട്. സത്യപ്രതിജ്ഞ 8-ാം തീയതി വൈകിട്ട് 8 മണിക്ക് നടക്കും. അതിന് മുന്നോടിയായി തന്നെ ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ധാരണയുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 1 ക്യാബിനറ്റ് എന്ന വിധത്തിലാണ് ഇപ്പോൾ തെലുങ്ക് ദേശത്തോട് BJP നിർദ്ദേശം വെച്ചിട്ടുള്ളത്. 1 ക്യാബിനറ്റും 2 സഹമന്ത്രി പദവും എന്നതാണ് തെലുങ്ക് ദേശത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതിൽ ഈ ഫിനാൻസ് സഹമന്ത്രി എന്നുള്ള ധനകാര്യ സഹമന്ത്രി എന്നുള്ള അവരുടെ ആവശ്യം അംഗീകരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ചർച്ച ഇനിയും പൂർത്തിയായിട്ടില്ല. ജൂൺ 8-ാം തീയതിയാണ് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന തീയതിയും ദിനവും എന്നത് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുമോ? കാരണം ഈ കാര്യങ്ങളിലൊക്കെ അതിനു മുൻപ് ധാരണയാവുകയും ഇന്നത്തെ NDA യോഗത്തിനു ശേഷം സത്യപ്രതിജ്ഞ തീയതി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പോൾ RJD-യുടെ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കും, കാത്തിരുന്ന് കാണൂ എന്നാണ്. ഗോപി, തീർച്ചയായിട്ടും 8-ാം തീയതി തന്നെ സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ BJP നടത്തുന്നത്. കാരണം അവർക്കറിയാം ഒരു ദിവസം വൈകിയാൽ അത്രയും പ്രതികൂലമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ വലിച്ചു കൊണ്ടുപോകാനായിട്ട് ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വേഗത്തിൽ സർക്കാർ രൂപീകരണം യാഥാർത്ഥ്യമാക്കുകയാണ് BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണ് ഇന്ന് തന്നെ മന്ത്രിസഭാ യോഗം ചേരുകയും രാജി സമർപ്പിക്കുകയും ചെയ്ത് മറ്റു നടപടികളിലേക്ക് കടക്കാനായിട്ടുള്ള അവസരം ഒരുക്കിയത്. അതിന് പിന്നാലെ NDA യോഗവും ചേർന്നിരിക്കുന്നു. ഇന്ന് രാത്രി തന്നെ ഈ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് ഘടകകക്ഷി നേതാക്കളെ കൊണ്ട് രാഷ്ട്രപതിക്ക് കൈമാറിക്കുക, ഇതാണ് BJP-യുടെ തന്ത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കാർ രൂപീകരണവുമായിട്ട് BJP-ക്ക് അനായാസം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ കത്ത് രാഷ്ട്രപതി ഭവനിലെത്തുകയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ നരേന്ദ്രമോദിയെ ക്ഷണിക്കുകയും ചെയ്യുന്നതോടുകൂടി BJP-ക്ക് ആശ്വാസമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കരുതാം. എന്നാൽ അധികാരത്തിലെത്തുക എന്നത് BJP-യെ സംബന്ധിച്ചും നരേന്ദ്രമോദിയെ സംബന്ധിച്ചും ഏറ്റവും അനിവാര്യമായ ഒന്നായി നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഘടകകക്ഷികൾ പ്രധാനമായും തെലുഗുദേശം പാർട്ടിയും അതോടൊപ്പം തന്നെ JDU-യും അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനോട് പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്ത് പ്രശ്നം പരിഹരിക്കുക എന്നതിലേക്കായിരിക്കില്ലേ BJP കടക്കുക? അങ്ങനെയാണെങ്കിൽ അവരവരുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി അടക്കമുള്ള അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ ഉപാധികൾക്ക് മുന്നിൽ BJP-ക്ക് വഴങ്ങേണ്ടി വരും എന്നതാണോ നിലവിലെ സാഹചര്യം? തീർച്ചയായിട്ടും അങ്ങനെയുള്ള വെച്ചിരിക്കുന്ന ഉപാധികൾ ബലത്തിൽ അംഗീകരിക്കുന്ന വിധത്തിലേക്ക് തീരുമാനം എത്തിയില്ലെങ്കിലും അത് സ്വാഭാവികമായിട്ടും പരിഗണിക്കാം എന്നുള്ള ഒരു ഉറപ്പ് നൽകി മുന്നോട്ട് പോകാനായിരിക്കും BJP-യുടെ ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത്. കാരണം ഈ നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഈ പ്രത്യേക പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ചർച്ച നടക്കേണ്ടതുണ്ട്. ഏത് വിധത്തിലാണ് ഇക്കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വളരെ കൂടുതൽ നാളുകൾ നീണ്ടു നിൽക്കുന്ന
ചർച്ചകളായി മാറാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ പരിഗണിക്കാം എന്ന വിധത്തിലുള്ള ഒരു ഉറപ്പ് നൽകി മുന്നോട്ട് പോകാനാണ് BJP ദേശീയ നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഒരു പൊതു മിനിമം പരിപാടി എന്നതുൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. NDAയുടേതായിട്ട് കഴിഞ്ഞ 10 വർഷത്തെ ഒരു ചരിത്രം ഗോപിക്ക് അറിയാം. NDA എന്നുള്ളത് ഉണ്ടായിരുന്നെങ്കിലും പേരിന് മാത്രം നിലനിന്ന ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ മാത്രമാണ് അത് പ്രവർത്തിച്ചു വന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി ഇപ്പോൾ വളരെ ശക്തമായിട്ട് NDA എന്നുള്ള ആ ഒരു സംവിധാനം പ്രവർത്തിച്ചേ മതിയാകൂ. NDAയുടെ കൺവീനർ സ്ഥാനം ഒരുപക്ഷെ ചന്ദ്രബാബു നായിഡുവിന് നൽകിക്കൊണ്ട് BJP ഈ NDA കൂടുതൽ കക്ഷികളെ NDAയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളും നടത്താൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഏതായാലും 8-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നുള്ള വിവരം വരുന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനം വൈകിട്ടാണ് ഉണ്ടാവുക. NDAയുടെ ഏറ്റവും നിർണായകമായ യോഗം അല്പസമയത്തിനകം ചേരാൻ പോവുകയാണ്. 4 മണിക്കായിരുന്നു അതിന്റെ ഷെഡ്യൂൾഡ് ടൈം. അതിന് മുൻപ് തന്നെ കാവൽ പ്രധാനമന്ത്രിയെ തുടർന്ന നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇപ്പോൾ മുതിർന്ന BJP നേതാക്കൾ കൂടിയാലോചനകൾ നടത്തുകയാണ്. പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികൾ തെലുഗുദേശം പാർട്ടിയും, അതായത് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടിയും നിതീഷ് കുമാറിന്റെ JDUവും രണ്ടുപേരും ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരവരുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടുപേരും ഈ സ്പീക്കർ പദവിക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ വരുന്നു. രണ്ടുപേരും അടിയുറച്ച് NDAയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തുമ്പോഴും ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഉപാധികൾക്ക് മുന്നിൽ ഒരു വിട്ടുവീഴ്ച BJPക്ക് ചെയ്യേണ്ടി വരും അധികാരത്തിൽ കയറണമെങ്കിൽ. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളെ വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ NDA യോഗത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള സമയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി 8 മണിക്കായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനം അല്പസമയത്തിനകം, അതായത് കാവൽ പ്രധാനമന്ത്രിയായി തുടരുന്ന നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന NDAയുടെ നിർണായക യോഗത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം വരാൻ പോകുന്നത്. ഏതായാലും സുപ്രധാനമായ കൂടിയാലോചനകൾക്ക് രാജ്യ തലസ്ഥാനം ഇന്ദ്രപ്രസ്ഥം വേദിയാവുകയാണ്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ രൂപീകരണ ശ്രമങ്ങളിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല എന്ന സൂചന ഇന്ത്യ മുന്നണിയും നൽകുന്നുണ്ട്. തേജസ്വി യാദവ് പറഞ്ഞത് കാത്തിരുന്ന് കാണൂ എന്നതാണ്. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന അവകാശവാദം ഇന്ത്യ സഖ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. BJP വിരുദ്ധ സർക്കാർ രൂപീകരിക്കുമെന്നാണ് തേജസ്വി യാദവ് വ്യക്തമാക്കുന്നത്. സമയമാകുമ്പോൾ എല്ലാം വ്യക്തമാക്കും എന്നാണ് തേജസ്വി യാദവ് ഇന്ന് പറഞ്ഞത്. കേൾക്കാം. आज का दर्जा मिले और जो आरक्षण की सीमाएं जब महागठबंधन सरकार थी बिहार में जो 75% बढ़ाया उसको शेड्यूल लाइन में डाला जाए और हम लोग जो देश ने मेरा देश महान है और देश की जनता ने मोदी जी को हराया है तो हम उनको देशवासियों को धन्यवाद देते हैं और तानाशाही के खिलाफ वोट किया गया है, संविधान लोकतंत्र को बचाने के लिए वोट किया गया है। तो हमको लगता है कि अभी जनता जो है मालिक है और हम लोगों को अब जो बैठक है शाम में उसके बाद देखते हैं क्या निर्णय होता है. മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. മുന്നണി കൺവീനറായി ശരത് പവാറിനെ തിരഞ്ഞെടുത്തേക്കുമെന്നാണ് വിവരങ്ങൾ വരുന്നത്. അതേസമയം NDA മുന്നണിയിലെ ഘടകകക്ഷികളുമായി ചർച്ചകൾക്ക് സാധ്യത തേടുന്നുണ്ട് എന്ന വിവരവും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന്റെ വിവരങ്ങൾ നൽകാൻ ഉണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ടോ, ഏത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നണിയും സർക്കാർ രൂപീകരണത്തിന്റെ അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, അതിന്റെ രാഷ്ട്രീയ വിശകലനവുമായി ദിലീപ് കുമാർ നമ്മളോടൊപ്പം ചേരും ന്യൂസ് ഡെസ്കിൽ നിന്ന്. ബൽറാം, ഇന്ത്യ സഖ്യത്തിന്റെ യോഗം 6 മണിക്കാണെന്നാണ് നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. ഇപ്പോഴിതാ സത്യപ്രതിജ്ഞ തീയതിയും സമയവും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ NDAയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. NDAയുടെ നിർണായകമായ യോഗം ചേരാൻ പോകുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വൈകുന്നേരം ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് തേജസ്വി യാദവ് സർക്കാർ രൂപീകരണത്തിനുള്ള ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ തള്ളിക്കളയാതെ കാത്തിരുന്ന് കാണൂ എന്ന ഒരു പ്രതികരണം നടത്തിയത്? എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിക്കാത്ത ഒരു പശ്ചാത്തലം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ രൂപീകരണത്തിനുള്ള സകല സാധ്യതകളും പരിശോധിക്കാനുള്ള തീരുമാനം ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്നത്. ഈ ആദ്യ ഫലസൂചനകൾ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഈ NDAയുടെ 2-3 സ്ഥാനങ്ങളിലുള്ള ഘടകകക്ഷി നേതാക്കളായ നിതീഷ് കുമാറിനെയും ഒപ്പം തന്നെ TDPയെയും ഇന്ത്യ മുന്നണി നേതാക്കൾ ബന്ധപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് ഇന്ത്യ
മുന്നണിയുടെ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിനായി എത്തിയ കേരളത്തിൽ നിന്നുള്ള അംഗം NK പ്രേമചന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്ന് പുതിയ പാർലമെന്റിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ അംഗം കൂടിയാണ് അദ്ദേഹം. ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുകയാണ്. ഒരു 295 സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. 234 സീറ്റ് ലഭിച്ചിരിക്കുന്നു. എങ്കിലും മികച്ച പ്രകടനമായാണ് വിലയിരുത്തുന്നത്. ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യത കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുമോ? ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ടുന്ന ഭാവി പരിപാടികളെ സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഇന്ന് യോഗം വിളിച്ചിട്ടുള്ളത്. തീർച്ചയായും ഗവൺമെൻറ് രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. 234 എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ സംഖ്യയല്ല. കാരണം BJP അടക്കമുള്ള ഒരു കക്ഷികൾക്കും ഒറ്റയ്ക്ക് ഭരിക്കാൻ 272 സീറ്റ് ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഐക്യമുന്നണി ഗവൺമെൻറ് അല്ലെങ്കിൽ കൂട്ടുകക്ഷി ഗവൺമെൻറ്റിനാണ് BJP പരിശ്രമിക്കുന്നത്. സ്വാഭാവികമായും ഇന്ത്യ മുന്നണിക്കും അത്തരത്തിലൊരു കൂട്ടുമുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്താം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം NDA മുന്നണിയിലുള്ള പല ഘടകകക്ഷികളുമായും ചർച്ച നടത്തിയത് അല്ലെങ്കിൽ ആലോചനകൾ നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടൊരു ഗവൺമെൻറ് രൂപീകരണത്തിൻ്റെ സാധ്യത തീർച്ചയായും ഇന്ത്യ മുന്നണി പരിശോധിക്കും. അതോടൊപ്പം തന്നെ തുടർ നടപടികൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിനുള്ള പ്രാഥമിക യോഗമാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഫുൾ കോറം ഇന്ത്യ മുന്നണി ഇന്ന് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പൊതുചർച്ചകളുണ്ടാകും. മറ്റു കാര്യങ്ങളൊക്കെ ഉഭയകക്ഷി ചർച്ചയിലൂടെയൊക്കെ ആയിരിക്കും പരിഹരിക്കുകയും പ്രത്യേകിച്ചും നേതൃപരമായ പങ്കുവഹിക്കുന്ന കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുക്കുന്ന മുൻകൈ പ്രവർത്തനം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന തുടർ പ്രവർത്തനങ്ങൾ. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സംബന്ധിച്ചുള്ള തീരുമാനവും ഇന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിന്നത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് എന്തായിരിക്കണം ഭാവി പരിപാടികൾ, ഒരു ഗവൺമെൻറ് രൂപീകരണത്തിൻ്റെ സാധ്യതകൾ എങ്ങനെ നടപ്പാക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനയ്ക്ക് അപ്പുറത്ത് സംഘടനാപരമായ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നറിയില്ല. കാര്യമായ തർക്കങ്ങളൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഒരു വിന്നിങ് സ്റ്റേജിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വിൻ പൊസിഷനിൽ നിൽക്കുന്ന ഒരു മുന്നണി എന്ന നിലയിൽ സത്യത്തിൽ ഒരു വിസ്മയകരമായ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി പൊതു തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. 400-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചധികാരത്തിൽ വരും. മൂന്നാം മോദി ഗവൺമെൻറ്റിൻ്റെ മൂന്നാം ഊഴത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും, ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് കാര്യമായ ഒരു സംവിധാനവുമില്ലാതെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ പോരാട്ടം നടന്നത്. AICCയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. പ്രധാന പ്രതിപക്ഷ കക്ഷികളിൽ ഒന്നായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. ഇങ്ങനെയൊക്കെ പണിഞ്ഞിട്ട് പോലും അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ കേവല ഭൂരിപക്ഷം പോലും BJPക്ക് നേടാനായില്ല എന്ന് പറയുന്നത് അവരുടെ തകർച്ചയുടെ തുടക്കം തന്നെയാണ്. എന്തായാലും ഗോപികൃഷ്ണൻ, ഇത്തരത്തിൽ ഒരു കേവല ഭൂരിപക്ഷം പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രീ NK പ്രേമചന്ദ്രനോട് ചോദിക്കാനുണ്ട്. തേജസ്വി യാദവ് ഇന്ന് പറഞ്ഞിരുന്നത് കാത്തിരുന്ന് കാണാനാണ്. അതായത് ഒരു ഇന്ത്യ സഖ്യത്തിന് ഈ സർക്കാർ രൂപീകരിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലാണ്. അത്തരമൊരു സാഹചര്യത്തെ അദ്ദേഹം കാണുന്നുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ടോ? ഈ ചോദ്യം എന്നുള്ളത് ഇന്ന് തേജസ്വി യാദവ് പ്രതികരിച്ചത് ഈ സർക്കാർ രൂപീകരണവുമായി ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുമോ എന്നുള്ളതിനോട് കാത്തിരുന്ന് കാണാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനിയും ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ത് എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് തേജസ്വി യാദവ് ആ രൂപത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. വരുന്ന മാറ്റങ്ങൾ കാത്തിരുന്ന് കാണാം. ഇത് പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടല്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നമ്മൾ എടുക്കുന്നതൊക്കെ വളരെ ന്യൂനപക്ഷം അല്ലെങ്കിൽ ചെറിയ തലത്തിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ചർച്ചകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ട്രാറ്റജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഒന്നും തന്നെ യോഗം ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം പ്രത്യേകിച്ചും സന്നിഗ്ധ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ 10 വർഷത്തിന് ശേഷം ഒരു സന്നിഗ്ധ സാഹചര്യത്തിൽ എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ പരമാവധി മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് മതേതര ജനാധിപത്യ മുന്നണിയായിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ദൗത്യം. ആ ദൗത്യം കൃത്യതയോടുകൂടി നിർവഹിക്കും. അതിനകത്തൊന്നും അഭിപ്രായ അനൈക്യമോ അപസ്വരമോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എല്ലാവരും ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരാണ്.
ഈ ഗവൺമെൻറ്, നിലവിലുള്ള ഗവൺമെൻറ് മാറണമെന്നുള്ള പൊതു നിലപാട് സ്വീകരിക്കുന്നവരാണ്. വ്യത്യസ്ത മുന്നണികളായി തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിവിധ സ്ഥലങ്ങളിൽ മത്സരിച്ചെങ്കിൽ പോലും ദേശീയ തലത്തിലൊരു ഭരണമാറ്റം എന്നുള്ളത് ഒരു പൊതുവികാരമാണ്, പൊതു നിലപാടാണ്. ആ നിലപാട് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമം എല്ലാ കക്ഷികളുടെയും. ശരി ബൽറാം, ഈ സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതിയും സമയവും ഒക്കെ പുറത്തു വന്നിരിക്കുന്നു. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ടുണ്ടാകും. ഇത് സർക്കാർ രൂപീകരണം NDAക്ക് കഴിയുമെന്നതിന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രകടനമല്ലേ? അങ്ങനെ കാണുന്നുണ്ടോ ശ്രീ NK പ്രേമേന്ദ്രൻ? ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മോദിക്കും കഴിയില്ല, BJPക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആയുസ് വളരെ പരിമിതമായിരിക്കും. ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ് മോദിയുടെ നേതൃത്വത്തിൽ, BJPയുടെ നേതൃത്വത്തിൽ 5 വർഷം പൂർത്തീകരിക്കാൻ പോകുന്നില്ല. ഒരു ബദൽ ഗവൺമെൻറ് ഈ 18ാം ലോക്സഭയുടെ കാലയളവിൽ BJP ഇതര ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിൽ വരും, ഒരു സംശയവും വേണ്ട. ഗോപികൃഷ്ണൻ, അത്തരം ഒരു ഉറപ്പ് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഉള്ളത്. അത്തരത്തിൽ തന്നെയാണ് പ്രാഥമികമായി നടത്തിയ വിലയിരുത്തലിലും ഇന്ത്യ മുന്നണിക്കുള്ളത്. അതായത് ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലോ കഴിഞ്ഞ 10 വർഷമോ പൂർണ്ണ ഭൂരിപക്ഷത്തോടു കൂടിയാണ് സർക്കാരിനെ നയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ശൈലിയിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞത്. മറിച്ച് ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മെയ്വഴക്കമില്ല. ആ അവസരം, അത്തരത്തിൽ ഒരു അവസരം ഉണ്ടാകുമ്പോൾ അതിനെ മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനായി സർവ്വസജ്ജരായി സ്ട്രാറ്റജികൾ രൂപീകരിക്കപ്പെടും. അത് സൂക്ഷ്മ തലങ്ങളിലാണ് അതിന്റെ ആശയവിനിമയം നടക്കുക. അത് പരസ്യമായ പ്രഖ്യാപനങ്ങളിൽ വരേണ്ടതല്ല, അത് യോഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന് സർക്കാർ രൂപീകരണത്തിന്റെ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന സൂചന NK പ്രേമചന്ദ്രൻ നൽകുന്നത്. മാത്രമല്ല BJP ഇതര സർക്കാർ രാജ്യത്തെ അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന സൂചന കൂടി NK പ്രേമചന്ദ്രൻ നൽകുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിയുമായി സംസാരിക്കുകയായിരുന്നു NK പ്രേമചന്ദ്രൻ. സുപ്രധാനമായ യോഗം ഡൽഹിയിൽ നടക്കുകയാണ്. ഏറെ ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. NDA വീണ്ടും അധികാരത്തിലെത്തുമോ? പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി 3ാം വട്ടവും ഉണ്ടാകുമോ? സത്യപ്രതിജ്ഞയുടെ സമയവും തീയതിയും ഒക്കെ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലും ഔദ്യോഗികമായ പ്രഖ്യാപനം വൈകുന്നേരം ഉണ്ടാകും എന്നുള്ള വിവരവും വരുമ്പോഴും ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരണത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നു എന്നതാണ് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശേഷം. ദിലീപ് കുമാർ നമ്മളോടൊപ്പം ചേരും ഈ സാഹചര്യത്തെ അവലോകനം ചെയ്യാൻ. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരും. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നടക്കുന്ന പുതിയ നീക്കങ്ങളുടെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തുടരും ന്യൂസ് ഈവനിങ്ങിൽ. ഇടവേളയ്ക്ക് ശേഷം കാത്തിരിക്കൂ. ന്യൂസ് ഈവനിംഗ് തുടരുന്നു. തൃശൂരിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക്. നരേന്ദ്രമോദിയുമായി നാളെ ചർച്ച നടത്തും. തകർപ്പൻ ജയത്തിന് ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം തുടങ്ങും. തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാടി വിവരങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ സൂരജ് സജിയും നമ്മളോടൊപ്പം ചേരുന്നു. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്തിയിരിക്കുന്നു. വലിയ സ്വീകരണമാണല്ലോ BJP പ്രവർത്തകർ സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ പരിപാടികൾ? കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകാൻ സുരേഷ് ഗോപിക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നു. കളക്ടറേറ്റിലേക്ക് അല്പം മുമ്പാണ് സുരേഷ് ഗോപി എത്തിയത്. വലിയ ആവേശത്തോടു കൂടി BJP പ്രവർത്തകർ സുരേഷ് ഗോപിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായത്. കളക്ടറേറ്റിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച് ഒരു ഡിക്ലറേഷൻ വാങ്ങുന്നതിന് വേണ്ടിയാണ് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറിൽ നിന്ന് ആ ഡിക്ലറേഷൻ വാങ്ങിയതിനു ശേഷമായിരിക്കും ഇതിന്റെ റോഡ് ഷോയിലേക്ക് പോവുക. ഈ കളക്ടറേറ്റിൽ നിന്നാണ്, അതായത് 3 മണിയോടുകൂടി തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി എത്തും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ വൈകിയത് കൊണ്ട് തന്നെ മറ്റു പരിപാടികളെല്ലാം ഒഴിവാക്കി അല്പസമയത്തിനകം തന്നെ തൃശൂർ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ഈ റോഡ് ഷോ ആരംഭിക്കും എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഈ കളക്ടറേറ്റ് മുന്നിൽ എത്തിയപ്പോൾ നിരവധി ആളുകൾ ഈ സുരേഷ് ഗോപിയെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ജില്ലാ കളക്ടറേറ്റിനകത്തേക്ക് സുരേഷ് ഗോപിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. BJPയുടെ ഉന്നത നേതാക്കൾ അടക്കമുള്ളവർ ഈ കളക്ടറേറ്റിന് മുന്നിൽ സ്വീകരണം നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം അവിടെ കാത്തുനിന്ന ആളുകളെ മറികടന്ന് ഇപ്പോഴും സുരേഷ് ഗോപിക്ക് ഈ കളക്ടറേറ്റിനകത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു വഴിയൊരുക്കാനുള്ള ഒരു ശ്രമം അത് നടത്തുന്നുണ്ട്. അതിനുശേഷം ഈ ജില്ലാ കളക്ടറേറ്റിലെത്തി ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചതിന് ശേഷം വാങ്ങിയതിനു ശേഷം അല്പസമയത്തിനകം തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കും. 25,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോ ആയിരിക്കും തൃശൂർ നഗരത്തിൽ നടക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഈ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ഏതായാലും വലിയ മുന്നൊരുക്കങ്ങൾ അത് BJP പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും.
സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകുന്നത്. അല്പസമയത്തിനകം തന്നെ സ്വരാജ് റൗണ്ടിൽ സുരേഷ് ഗോപിക്ക് വമ്പൻ സ്വീകരണം നൽകിക്കൊണ്ടുള്ള റോഡ് ഷോ ആരംഭിക്കും. സുരേഷ് ഗോപിയെ BJP പ്രവർത്തകർ സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്ത് ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ നിൽക്കുകയാണ് അദ്ദേഹം. അവിടെ ഇപ്പോൾ ജില്ലാ കളക്ടറേറ്റിലുണ്ട് എന്ന വിവരമാണ് സുരേഷ് സജി നൽകുന്നത്. സൂരജ്, ഇന്നിപ്പോൾ ഈ സ്വരാജ് റൗണ്ടിലെ റോഡ് ഷോ എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? എന്തൊക്കെ സുരക്ഷാ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്? വലിയ രീതിയിൽ, അതായത് BJP സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാന പോരാട്ടമാണ് തൃശ്ശൂരിൽ നടന്ന. അഭിമാന പോരാട്ടത്തിനൊടുവിൽ ആദ്യമായി തന്നെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കാനായി എന്നുള്ളതാണ് BJP സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് BJP പ്രവർത്തകർ ഉള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ 25,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോ, അതാണ് ഇപ്പോൾ ഈ തൃശ്ശൂർ നഗരത്തിൽ മാത്രം ആലോചിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നേരത്തെ മുതൽ, അതായത് 2 മണിയോടുകൂടി തന്നെ നിരവധി പ്രവർത്തകർ ഈ സ്വരാജ് റൗണ്ടിലും അതുപോലെ തന്നെ ഈ ജില്ലാ കളക്ടറേറ്റ് മുന്നിലും എല്ലാം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 3 മണിയോടുകൂടി സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ സമയക്രമത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. അതോടുകൂടി ഇദ്ദേഹത്തിന്റെ വിശ്രമം ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഈ ജില്ലാ കളക്ടറേറ്റ് മുന്നിൽ നിന്ന് തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടുന്ന് വാഹനങ്ങൾ സമ്പത്തിയോടുകൂടി സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് കാൽനടയായിക്കൊണ്ട് ഒരു റോഡ് ഷോയിലേക്ക് കടക്കുക. എന്തായാലും 25,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കും. ഈ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച ഒരു ഡിക്ലറേഷൻ അത് വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി നിലവിൽ സുരേഷ് ഗോപി ഇപ്പോൾ ജില്ലാ കളക്ടറേറ്റിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. കളക്ടറേറ്റ് ചേംബറിലേക്ക് സുരേഷ് ഗോപി കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതാ ഇവിടെ ഈ കളക്ടറേറ്റ് മുന്നിൽ, അതായത് ജില്ലാ കളക്ടറുടെ ചേംബറിലേക്ക് സുരേഷ് ഗോപി എത്തുന്നതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സുരേഷ് ഗോപിക്ക് BJP ജില്ലാ നേതൃത്വം നൽകിയ വൻ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ കാണുന്നത് ജില്ലാ കളക്ടറുടെ ചേംബറിന്റെ ദൃശ്യങ്ങളാണ്. സുരേഷ് ഗോപി അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തുകയാണ്. അല്പസമയത്തിനകം സുരേഷ് ഗോപി ആ ചേംബറിലേക്ക് കടന്നിരിക്കുന്നു. BJPയുടെ ജില്ലാ നേതാക്കൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ BJPയുടെ അഭിമാന വിജയമായി തൃശ്ശൂരിൽ മാറിയ സാഹചര്യത്തിൽ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി എത്തും എന്നുള്ള പ്രതീക്ഷകൾ ഉയർന്നു കഴിഞ്ഞു. അദ്ദേഹം ജില്ലാ കളക്ടറെ കാണുകയാണ്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ സുരേഷ് ഗോപി എത്തതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂരജ് സജിയുടെ വിവരങ്ങളുമായി. സൂരജ്, പറയൂ. സുബീഷ്, എന്തായാലും BJP സംബന്ധിച്ച അഭിമാന നേട്ടം ആഘോഷമാക്കുകയാണ്. ഇപ്പോൾ ജില്ലാ കളക്ടർ ചേംബറിനകത്തേക്ക് സുരേഷ് ഗോപി കയറിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ നിന്ന് വരണാധികാരിയുടെ കയ്യിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തെ സംബന്ധിച്ചുള്ള ഒരു സാക്ഷ്യപത്രം, ആ സാക്ഷ്യപത്രം വാങ്ങുന്നതിന് വേണ്ടിയാണ് സുരേഷ് ഗോപി നേരിട്ട് ഇപ്പോൾ ഈ കളക്ടറുടെ ചേംബറിൽ എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ ചേംബറിൽ നിന്ന് പുറത്തിറങ്ങുന്ന സുരേഷ് ഗോപിയെ കാത്തു നിൽക്കുന്നത് നിരവധി പ്രവർത്തകരാണ്. 100 കണക്കിന് പ്രവർത്തകർ ഇതിനോടകം തന്നെ ഈ കളക്ടറേറ്റ് മുന്നിൽ തന്നെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ മണിക്കൂറുകളായി, അതായത് 3 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ റോഡ് ഷോയാണ്. ആ റോഡ് ഷോ ഇപ്പോഴും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ വരുന്ന വഴിയിലെല്ലാം തന്നെ സുരേഷ് ഗോപിയുടെ പരിപാടികളിൽ വലിയ മാറ്റം വന്നു. ഇതോടുകൂടി ഈ റോഡ് ഷോ അടക്കം വൈകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ അതോടുകൂടി തന്നെ സൂരജ്, സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് വിജയത്തെ കുറിച്ചുള്ള സാക്ഷ്യപത്രം ജില്ലാ കളക്ടറിൽ നിന്ന് സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തൃശ്ശൂരിലെ ജില്ലാ കളക്ടറേറ്റിൽ എത്തി അദ്ദേഹം ജില്ലാ കളക്ടറിൽ നിന്ന് ആ സാക്ഷ്യപത്രം വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കളക്ടറുടെ ചേംബറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂരജ്, പറഞ്ഞോളൂ. സുബീഷ്, എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ജില്ലാ കളക്ടറേറ്റിനകത്ത് നിന്ന് സാക്ഷ്യപത്രം വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ചേംബറിന് പുറത്തേക്ക് സുരേഷ് ഗോപി എത്തും. അതിനുശേഷമായിരിക്കും ഈ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഈ ചേംബറിന് പുറത്തും ദൃശ്യങ്ങളിൽ കാണുന്നതിനപ്പുറം ഈ ചേംബറിന് പുറത്തു പോലും നിരവധി പേർ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കളക്ടറേറ്റിലെ ജീവനക്കാരടക്കം സുരേഷ് ഗോപി പുറത്തിറങ്ങുന്നത് കാത്തു നിൽക്കുകയാണ്. വലിയൊരു പ്രവർത്തക പ്രവാഹം അത് ഈ കളക്ടറേറ്റ് മുന്നിൽ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവരെല്ലാവരെയും, അതായത് BJPയുടെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അവരെ എല്ലാവരെയും മാറ്റാൻ ശ്രമിച്ചെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് സുഗമമായി കളക്ടറേറ്റിനകത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. അത്രയും വലിയ തിരക്കാണ് ഈ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ പോലും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്ന് പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഈ സുരേഷ് ഗോപിക്ക് ഈ കളക്ടർ ചേംബറിലേക്ക് എത്തുന്നതിന് പോലും വഴിയൊരുക്കിയത്. ഇപ്പോൾ സുരേഷ് ഗോപി
പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. ഇപ്പോൾ കളക്ടറുടെ കയ്യിൽ നിന്ന് സാക്ഷ്യപത്രം വാങ്ങിക്കൊണ്ട് സുരേഷ് ഗോപി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം, അതായത് വലിയ പ്രവർത്തക പ്രവാഹം, നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ ഈ കളക്ടറേറ്റ് മുന്നിൽ കാത്തു നിൽക്കുന്നു. അവിടെ നിന്ന് വാഹനത്തിൽ റോഡ് ഷോ ആയിക്കൊണ്ടായിരിക്കും സുരേഷ് ഗോപി നടുവിലാലിലേക്ക് എത്തുക. നടുവിലാലിൽ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് പിന്നീട് കാൽനടയായി കൊണ്ടെന്നുള്ളതാണ് ആലോചിച്ചിട്ട് അതിലെന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും കാൽനടയായിക്കൊണ്ട് തന്നെ സ്വരാജ് റൗണ്ടിലൂടെ സുരേഷ് ഗോപി നടന്നു നീങ്ങും എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപിക്ക് ഈ വിജയത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം സമ്മാനിച്ചിട്ടുള്ളത് തൃശൂർ മണ്ഡലമാണ്. തൃശൂർ മണ്ഡലം തന്നെ ഹൃദയത്തോട് ചേർത്തു എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത്. വലിയ ഭൂരിപക്ഷം ഈ തൃശൂർ നഗരം മണ്ഡലത്തിൽ അതിൽ സുരേഷ് ഗോപിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൃശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് സ്വരാജ് റൗണ്ടിൽ അടക്കം കാൽനടയായി നീങ്ങുക, അതായത് ഈ അവിടെയുള്ള നഗരത്തിലുള്ള ആളുകളെ മുഴുവൻ ഈ വിജയത്തിന്റെ ഭാഗമായി ഹൃദയത്തോട് ചേർക്കുക എന്നൊരു ലക്ഷ്യമാണ് തനിക്കുള്ളത് എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ 7 മണ്ഡലങ്ങളിലും, അതായത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായുള്ള 7 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിയുടെ റോഡ് ഷോ ഉണ്ടാകും. അത്തരത്തിൽ വലിയ ആസൂത്രണം, അതായത് BJPയെ സംബന്ധിച്ച് തൃശൂരിൽ അക്കൗണ്ട് തുറക്കുന്നു, കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വിജയം ആഘോഷിക്കേണ്ടതാണ്. അത് തൃശൂരിൽ വലിയ ഒരു ഉത്സവ പ്രതീതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് 25,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ പ്രകടനം, വലിയ റോഡ് ഷോ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ അകമ്പടിയോടുകൂടി ഈ 7 മണ്ഡലത്തിനകത്ത് തന്നെ ഇന്ന് തന്നെ സുരേഷ് ഗോപിയെ എത്തിക്കുക എന്നൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് ജില്ലാ കളക്ടറിന് മുന്നിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ എത്തിയത് വലിയ പ്രവർത്തക പ്രവാഹമായിരുന്നു. വലിയ രീതിയിലുള്ള പ്രവർത്തകർ സുരേഷ് ഗോപിയെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് നടുവിലേക്കാണ് സുരേഷ് ഗോപി വന്നിറങ്ങുന്നത്. അവിടെ MT രമേശ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു. അവർ സുരേഷ് ഗോപിയെ സ്വീകരിക്കുന്നു. പക്ഷെ സ്വീകരിച്ചിട്ട് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം അത് കളക്ടറേറ്റ് മുന്നിൽ ഉണ്ടായി. അത് സാധാരണക്കാരായ ആളുകൾ മാത്രമല്ല, ഈ കളക്ടറേറ്റ് ജീവനക്കാർ ഉൾപ്പെടെ സുരേഷ് ഗോപി വരുന്ന അറിഞ്ഞ് അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് ഇടപെട്ടില്ല. പക്ഷെ പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്ക് വഴിയൊരുക്കിയതിനു ശേഷം മാത്രമാണ് ഈ ജില്ലാ കളക്ടറുടെ വരണാധികാരി കൂടി ജില്ലാ കളക്ടറുടെ ചേംബറിലേക്ക് എത്താൻ സാധിച്ചത്. അങ്ങനെ അവിടെ എത്തി വിജയം സംബന്ധിച്ചിട്ടുള്ള സാക്ഷ്യപത്രം വാങ്ങിയതിനു ശേഷം ഇപ്പോൾ സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സുരേഷ് ഗോപി കളക്ടറേറ്റ് പുറത്തേക്ക് എത്തും. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ എത്തിയതിനു ശേഷം സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്ത് എന്നത് സംബന്ധിച്ച മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാ ക്യാമറ കണ്ണുകളും സുരേഷ് ഗോപിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി ഇങ്ങോട്ടേക്ക് എത്തും. തൃശ്ശൂരിൽ വിജയത്തിന് ശേഷം സുരേഷ് ഗോപി എത്തിയതിനു ശേഷം എന്തായിരിക്കും ആദ്യ പ്രതികരണം എന്നത് കാതോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൃശ്ശൂരിൽ എത്തിയതിനു ശേഷം ആദ്യ പ്രതികരണം, സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം എന്ത് എന്നത് സംബന്ധിച്ച് വലിയ ആകാംക്ഷയുണ്ട് തൃശ്ശൂരുകാരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം, അതായത് ഈ വോട്ടെണ്ണൽ നടക്കുന്ന ദിവസം പോലും സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നില്ല. പകരം തിരുവനന്തപുരത്ത് തന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ഫലം കാണുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് അന്ന് സുരേഷ് ഗോപിയുമായി സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരുന്ന തന്റെ മാത്രം ഫലം അറിയുക എന്നുള്ളതല്ല, രാജ്യത്ത് എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് തനിക്ക് വീട്ടിലിരുന്ന് സുഗമമായി കാണണം, അതിനുവേണ്ടിയാണ് താൻ വീട്ടിലിരിക്കുന്നത്, അതുകൊണ്ട് തൃശ്ശൂരിലേക്ക് വരുന്നില്ല, ഫലം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് തൃശ്ശൂരിലേക്ക് എത്തുക എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതിനുശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നു. തൃശ്ശൂരിലേക്ക് എത്തിയ സമയം മുതൽ, അത് കളക്ടറേറ്റിലേക്ക് കാലുകുത്തിയ സമയം മുതൽ ഇവിടെ ഒരു ആഘോഷത്തിന്റെ പ്രതീതിയിലേക്ക് BJP പ്രവർത്തകർ കടന്നിരിക്കുന്നു. പക്ഷെ അപ്പോഴും സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം എന്തായിരിക്കും എന്ന് കാതോർത്ത് നിൽക്കുന്ന നിരവധി പേരുണ്ട്. അല്പസമയത്തിനകം, അതായത് കളക്ടർ ചേംബറിൽ നിന്ന് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം നമ്മുടെ ക്യാമറ കണ്ണിലേക്ക് ആദ്യ പ്രതികരണവുമായി സുരേഷ് ഗോപി എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഏതായാലും സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇന്ന് തൃശ്ശൂരിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ ജില്ലാ കളക്ടറേറ്റിൽ എത്തി അദ്ദേഹം കളക്ടറുടെ ചേംബറിൽ എത്തി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള വിജയത്തെക്കുറിച്ചുള്ള സാക്ഷ്യപത്രം വാങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്കിറങ്ങും. മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട്. 24 ക്യാമറയിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരികെ എത്താം. ന്യൂസ് ഈവനിംഗ് തുടരുന്നു. മികച്ച ഭൂരിപക്ഷത്തോടെ തൃശ്ശൂരിൽ BJPക്ക് വൻ വിജയം നേടിക്കൊടുത്ത സുരേഷ് ഗോപിക്ക് വലിയ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് തൃശ്ശൂരിലെ BJP ജില്ലാ നേതൃത്വം. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് സ്വരാജ് റൗണ്ടിലാണ്. അവിടെ സുരേഷ് ഗോപിക്ക് സ്വീകരണം നൽകിക്കൊണ്ടുള്ള റോഡ് ഷോ നടക്കാൻ പോകുന്നു അല്പസമയത്തിനകം. സുരേഷ് ഗോപി ഇതിനോടകം കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടറെ കണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചുള്ള സാക്ഷ്യപത്രം കൈപ്പറ്റി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വരും. അവിടെ നിന്ന് ചില പ്രതികരണങ്ങൾ അദ്ദേഹം
മാധ്യമങ്ങൾക്ക് നൽകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ കാണുന്നത് സുരേഷ് ഗോപിക്ക് സ്വീകരണം ഒരുക്കിക്കൊണ്ട് തൃശൂർ സ്വരാജ് റൗണ്ടിനടുത്ത് കാണുന്ന വിജയാഹ്ലാദ പ്രകടനങ്ങളാണ്. അവിടെ അല്പസമയത്തിനകം റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നു. ഒരു ഭാഗത്ത് കാണുന്ന ദൃശ്യങ്ങൾ അല്പസമയത്തിന് മുൻപ് സുരേഷ് ഗോപി കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടറുടെ ചേംബറിലേക്ക് കടന്ന അദ്ദേഹത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചുള്ള സാക്ഷ്യപത്രം സ്വീകരിക്കാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഏതായാലും തൃശൂരിൽ BJPക്ക് മഹാവിജയം ഒരുക്കിയ സുരേഷ് ഗോപിക്ക് വലിയ സ്വീകരണം നൽകിക്കൊണ്ട് നാട് സ്വീകരണം നൽകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. സ്വരാജ് റൗണ്ടിൽ ഏതാണ്ട് 25,000-ഓളം പേർ പങ്കെടുക്കുന്ന വലിയ വർണ്ണാഭമായ ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ BJPയുടെ ജില്ലാ നേതൃത്വം തൃശ്ശൂരിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്നാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തൃശ്ശൂരിലേക്ക് മടങ്ങിയത്. രാജ്യത്തിന്റെ പൊതുചിത്രം അറിയാൻ തനിക്ക് താല്പര്യമുണ്ട്. തന്റെ പരാജയങ്ങൾ മാത്രമല്ല, അതുകൊണ്ട് വീട്ടിലിരുന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം കണ്ട ശേഷമേ തൃശ്ശൂരിലേക്ക് വരുന്നുള്ളൂ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തുന്നത് ചരിത്രത്തിലാദ്യമായി BJPക്ക് പാർലമെന്റിലേക്ക് വിജയം സമ്മാനിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് BJPയെ സംബന്ധിച്ച് തിളക്കമേറെയാണ്. BJP പ്രവർത്തകർ, ജില്ലാ നേതൃത്വം വലിയ സ്വീകരണം സുരേഷ് ഗോപിക്ക് ഒരുക്കിയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജില്ലയിലെ നേതാക്കൾ, BJP നേതാക്കൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങി ഈ റോഡ് ഷോയുടെ ഭാഗമാകും. സ്വരാജ് റൗണ്ടിലാണ് റോഡ് ഷോ ഒരുക്കിയിരിക്കുന്നത്. 25,000-ഓളം പേർ പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഏതായാലും വലിയ സ്വീകരണം ഒരു വൻ കാഴ്ചയാക്കി മാറ്റാൻ സുരേഷ് ഗോപിയുടെ അല്പസമയത്തിനകം അതായത് സുരേഷ് ഗോപി പ്രതികരിക്കാൻ പോവുകയാണ്. സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. സുരേഷ് ഗോപി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. വലിയ പ്രവർത്തക പ്രവാഹം കാത്തു നിൽക്കുന്ന നിരവധി തൃശ്ശൂരിലെത്തിയ ശേഷമുള്ള ആദ്യ പ്രതികരണം അത് മാധ്യമങ്ങൾ ആരായുകയാണ്. പക്ഷേ വലിയ പ്രവർത്തക പ്രവാഹം, സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ട് ആ പ്രവർത്തകരെ സമാധാനിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് നടത്തുകയാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ചേട്ടൻ ഒന്നിരുന്നേട്ടാ, എന്താണ് ആദ്യ പ്രതികരണം? തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ്. ആദ്യ പ്രതികരണം ഇപ്പൊ ഒരു 10-15 തൃശ്ശൂരില് എത്തിക്കൊണ്ടിരിക്കുമ്പോഴും നടത്തി. ഇത് വളരെ വളരെ ഭാരിച്ച ഒരു സ്നേഹ വായ്പാണ് ഈ വിജയം എന്നാണ് അങ്ങനെയാണ് ഞാൻ ഇതിനെ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാരം ഇനി ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഏറിക്കൊണ്ടേയിരിക്കും. ആ ഭാരം ഏറ്റാനും നിർവഹണത്തിലൂടെ ആ ഭാരം എല്ലാവരുടെയും തൃപ്തിയിലേക്ക്, എന്നെ വിശ്വസിച്ച ഒരു സമൂഹത്തിന്റെ, വോട്ട് ചെയ്ത സമൂഹം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ മാത്രമല്ല, അല്ലാത്തവരും അവരുടെ ഇഷ്ടത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ്, വോട്ടേഴ്സിന്റെ ഭാഗമാണ്. അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എൻ്റെ ഉത്തരവാദിത്വം, അത് ഭാരമാണെങ്കിൽ അത് അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കണം. അതിന് ജഗദീശ്വരന്റെ വലിയ അനുഗ്രഹം ഉണ്ടാവണേ, ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് മാത്രമാണ്. ഞാൻ ഈ 5 വർഷം വെറുതെ വൈലവേ ചെയ്ത് കളയാനായിട്ട് എനിക്ക് താല്പര്യമേ ഇല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടുത്തെ ചിന്തകളും ഇവിടത്തേക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കുതിപ്പല്ലെങ്കിൽ പോലും ഒരു മൂവ്മെന്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തന ശക്തിയും, ആ പ്രവർത്തന ശക്തിയുടെ പേരിൽ ഒരു വലിയ പ്രവർത്തന മികവ്, ഇതെല്ലാം എനിക്ക് 5 വർഷത്തിനുള്ളിൽ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കാൻ സാധിക്കണേ. വീട്ടമ്മമാരുടെ വോട്ടാണ് ഗുണമായതെന്ന് പറയുന്നത്. ഞാൻ അന്നും പറഞ്ഞില്ലേ, ഇതൊക്കെ ജെയ്സണൊക്കെ കേട്ടതല്ലേ, നിങ്ങൾ കേട്ടില്ലേ? ഡൽഹിയിലേക്ക് പോകുന്നു അഞ്ജുരാജും നിഖിലും ഒക്കെ എല്ലാരും കേട്ടതല്ലേ എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ, ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്റെ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കട്ടെ. നിരവധി വലിയ പദ്ധതികൾ അല്ല, അതിന്റെ എല്ലാം സാധ്യത ഇനി സാങ്കേതികത പരിശോധിച്ച് അതിന്റെ ഫീസിബിലിറ്റി ഇതെല്ലാം പഠിക്കണം. അത് അവർ പഠിക്കും. നമ്മൾ നമ്മുടെ സ്വപ്നം
അത് യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച, അതുവഴി നമുക്ക് ഒരു FDI വന്നു കഴിഞ്ഞാൽ, അതല്ലാതെ തന്നെ ഇവിടെ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക്, ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ പോകുന്നത് എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അവർ അതിനുവേണ്ടി പിന്നെ നമുക്ക് സമ്മതം തരികയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത്. വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണമായതെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മമാര്, ചെറുപ്പക്കാർ, ആ വീട്ടമ്മമാരുടെ ഇംഗിതം അറിഞ്ഞ് അവരുടെ കെട്ടിയവന്മാര്, അല്ലേ, അപ്പന്മാര്, എല്ലാവരും ആണും പെണ്ണും വോട്ടായി മാറിയിട്ടുണ്ടോ? അതൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. കിട്ടാത്ത ആളുകൾ ഒത്തിരി പേര്, അത് നമ്മളെ പോലുള്ള ഒരാള് 5 പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുകയൊന്നുമല്ല, ആ സർക്കാരിന്റെ നടപടിയെ ജനങ്ങൾ ചോദ്യം ചെയ്തുകൊള്ളും. ഞാനതല്ലേ ചെയ്ത്. സ്ഥിരതാമസം പോലെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനമ്മയും കളഞ്ഞിട്ട് ഇറങ്ങത്തില്ല. ഉണ്ടാവും. ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോഴും ഞാൻ ഇവിടെ എടുക്കാൻ വേണ്ടി ഞാൻ നിന്നില്ലേ, അതിന്റെ കൂലിയായി ഇപ്പൊ കിട്ടിയത്. ഓക്കെ, താങ്ക് യു. 6 മണ്ഡലങ്ങളിൽ മുന്നിൽ ഗുരുവായൂർ ഇനി വരുത്തും. വലിയ റോഡ് ഷോ ആണ് BJP പ്രവർത്തകർ. എല്ലാം വടക്കുന്നാഥന്റെ, ഗുരുവായൂരപ്പന്റെ, ലൂർദ് മാതാവിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചേർക്കും. ഇത്തവണ തന്നാൽ എടുത്ത് ഹൃദയത്തിൽ ഇരുത്തും. ഇനി ഞാൻ പറയുന്നു, അതെന്റെ കിരീടമാണ്. ഇനി തൃശ്ശൂരാണ് എന്റെ നെറ്റിപ്പട്ടം. ഇനി തൃശ്ശൂരാണ് എന്റെ തിടമ്പ്. ഇനി തൃശ്ശൂർ പൂരമാണ് എന്റെ ആദ്യത്തെ ഉദ്യമം. തൃശ്ശൂർ പൂരമാണ്. ജനഹിതത്തിലേക്ക് തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാം. സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പോലീസ് പറയുന്നത് മോശമൊന്നുമല്ല, ചില നടപടികൾ മോശമായി. അതിനെ സംബന്ധിച്ച് എങ്ങനെ നടത്തണമെന്ന് പറയുന്ന ഒരു പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും. സ്ക്രിപ്റ്റിന് സിനിമ വാക്കാണെന്ന് പറഞ്ഞ് പുച്ഛിക്കാൻ നിൽക്കല്ലേ. അതിനൊരു പുതിയ നടത്തിപ്പിനുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാവും. പൊതുജനങ്ങൾക്ക് സുഖമായി ഉറപ്പായിട്ടും അതിനു വേണ്ടുന്ന ചില പുതു സൗകര്യങ്ങളും മനസ്സിൽ ഒരു സ്കെച്ച് ഉണ്ട്. അതൊന്നും നടപ്പിലാക്കാൻ നോക്കും. മേയറുമായിട്ട് സംസാരിക്കും. താങ്ക് യു. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചുള്ള സാക്ഷ്യപത്രം കളക്ടറിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി ഇവിടെ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്ന വൻ സ്വീകരണത്തിൽ ഏറ്റുവാങ്ങാൻ വേണ്ടി പോവുകയാണ്. സ്വരാജ് റൗണ്ടിൽ 25,000-ഓളം പേർ പങ്കെടുക്കുന്ന വർണ്ണാഭമായ ഒരു റോഡ് ഷോ ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് സുരേഷ് ഗോപി പ്രവേശിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജി ഇപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി നടത്തിയ പ്രതികരണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു വലിയ ഭാരമാണ് ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് അവരുടെ തൃപ്തിയിലേക്ക് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതിലേക്കായിരിക്കും തൻ്റെ ശ്രദ്ധ പതിയുക. അത് തനിക്ക് വോട്ട് ചെയ്തവർക്ക് വേണ്ടി മാത്രമല്ല, മുഴുവൻ ജനങ്ങൾക്കും തൃശ്ശൂരിനും വേണ്ടിയായിരിക്കും താൻ പ്രവർത്തിക്കാൻ പോകുന്നത്. തൻ്റെ മനസ്സിൽ ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തൻ്റെ ഭാഗത്ത് ഉണ്ടാകും. ഈ തൃശ്ശൂരിലെ സ്ഥിരതാമസമാക്കുമോ എന്ന ചോദ്യത്തിന് തൃശ്ശൂരിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, വന്നും പോയും ഇരിക്കും താൻ. പക്ഷേ തൃശ്ശൂർ എപ്പോഴും തൻ്റെ മനസ്സിലുണ്ടാകും. ഇനി തൃശ്ശൂരാണ് തൻ്റെ നെറ്റിപ്പട്ടവും തിടമ്പും എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശ്ശൂർ പൂരം എങ്ങനെ നടത്തിപ്പ് സംബന്ധിച്ച കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ആലോചന തൻ്റെ മനസ്സിലുണ്ടെന്നും അത് ആ മനസ്സിനകത്തുള്ള ആ പദ്ധതികൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തൻ്റെ ഭാഗത്തുണ്ടാകും എന്നും സുരേഷ് ഗോപി ഈ പ്രതികരണത്തിൽ പറഞ്ഞു. വീണ്ടും നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിൽ സുരേഷ് ഗോപിക്ക് വലിയ സ്വീകരണം നൽകിക്കൊണ്ടുള്ള റോഡ് ഷോ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ആഹ്ലാദ പ്രകടനം നമുക്ക് കാണാം. സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്ന് BJPക്ക് നേടിക്കൊടുത്ത വിജയത്തിളക്കത്തിൻ്റെ അതിൻ്റെ ആഹ്ലാദ സൂചകമായാണ് ഇപ്പോൾ ഈ റോഡ് ഷോ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സ്വരാജ് റൗണ്ടിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അല്പസമയത്തിനകം സുരേഷ് ഗോപി റോഡ് ഷോയുടെ ഭാഗമാകും. അവിടെ നിന്ന് അശ്വിൻ പാലാഴി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, പറയൂ.
ഗോപീഷൻ, വലിയ ആഹ്ലാദത്തിലാണ് തൃശ്ശൂർ ഉള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആയിരക്കണക്കിന് ജനങ്ങൾ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലേക്ക് സ്വീകരിക്കാനായി എത്തിയതാണ്. എന്തായാലും വലിയൊരു ആഹ്ലാദ പ്രകടനം, 25,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന വലിയ ആഹ്ലാദ പ്രകടനം തന്നെയാണ് തൃശ്ശൂർ നഗരം അല്പസമയത്തിനകം കാണാൻ പോകുന്നത്. കളക്ട്രേറ്റിൽ നിന്നും സുരേഷ് ഗോപി ഇവിടേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ ആഹ്ലാദ പ്രകടനത്തിന്റെ വലിയൊരു ആഹ്ലാദത്തിലേക്ക് തൃശ്ശൂർ നഗരം കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാദ്യമേളങ്ങളും ഒപ്പം അതടക്കമുള്ള പലവിധ കാര്യങ്ങൾ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു കാവിക്കടലായി തൃശ്ശൂർ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ തൃശ്ശൂർ ഇതുവരെ കാണാത്ത ഒരു BJPയുടെ ശക്തി പ്രകടനത്തിലേക്ക് കടക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 10,000-കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ തൃശ്ശൂർ റൗണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ പൂരത്തിന് സമാനമായ രീതിയിലേക്ക് BJP പ്രവർത്തകർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. കാരണം അത്രത്തോളം വലിയൊരു വിജയം ഇത്തവണ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ നൽകിയിട്ടുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു. ഒരു തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി എന്നുള്ള ഒരു വാചകത്തോടു കൂടിയായിരുന്നു BJPയുടെ പ്രചാരണം ഉണ്ടായിരുന്നത്. ആ വിജയം അത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആവേശമാണ് തൃശ്ശൂരിലെ BJP പ്രവർത്തകർക്ക് ഇടയിലുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളം ആവേശത്തിലാണ് ഈ പ്രവർത്തകർ എന്നുള്ളത്. അവരുടെ താരരാജാവ് സുരേഷ് ഗോപി ഈ ജനത്തിന് നടുവിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ 10 മടങ്ങിലേക്ക് ഈ ആവേശം എത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളും. അല്പസമയത്തിനുള്ളിൽ തന്നെ സുരേഷ് ഗോപി ഈ തൃശ്ശൂർ റൗണ്ടിലെ BJP ആഹ്ലാദ പ്രകടനത്തിനൊപ്പം പങ്കുചേരും. ഗോപികൃഷ്ണൻ. ശരി, അശ്വിൻ പാലാടിയാണ് വിവരങ്ങൾ നൽകുന്നത്. സ്വരാജ് റൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ ഭൂരിപക്ഷത്തോടുകൂടി BJPക്ക് തിളക്കമാർന്ന വിജയം സമ്മാനിച്ച സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഒരുക്കിയിരിക്കുന്ന വലിയ സ്വീകരണ പരിപാടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്വരാജ് റൗണ്ടിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളെ നമുക്ക് കാണാം. വർണ്ണാഭമായ റോഡ് ഷോ ഒരുക്കിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ന്യൂസ് ഈവനിങ്ങോടെ പൂർത്തിയാവുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഒരുക്കിയിരിക്കുന്ന ഈ ആഘോഷ പരിപാടികളുടെ ദൃശ്യങ്ങളിലേക്കും അതിൻ്റെ കാഴ്ചകളിലേക്കും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നടക്കുന്ന നിർണായകമായ തിരക്കിട്ട സർക്കാർ രൂപീകരണ കൂടിയാലോചനകളും അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കും നമുക്ക് കടക്കാം. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾക്കുള്ള നേരമാണ് ഇത്. ഗൂഗിൾ രവി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു ഉടൻ. നമസ്കാരം.